ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്നിപ്പോൾ പോകുന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴി എന്ന സ്ഥലത്താണ്. ബേഡക പഞ്ചായത്തിലെ കുണ്ടംകുഴി എന്ന സ്ഥലത്തിലെ ഒരു പുതിയൊരു വിശേഷമായിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. ബേഡടുക്ക പഞ്ചായത്തിൻ്റെ ഒരു അപ്പാരൽ സ്പാർക്ക് ഗവൺമെൻറ് സപ്പോർട്ടും പിന്നെ ജില്ലാ മിഷൻ്റെയും ബേഡടുക്ക പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ സപ്പോർട്ടോട് കൂടി തുടങ്ങിയതാണ്. ഇവിടെ സ്ത്രീകൾ മാത്രമാണ് സ്റ്റിച്ചിങ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കൊന്ന് അകത്തോട്ടൊന്ന് ജസ്റ്റ് കയറി നോക്കാം, എന്താ അവർ ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 20 ചേച്ചിമാരുണ്ട് ഇപ്പോൾ ഇവിടെ. അതിനകത്ത് എല്ലാ ചേച്ചിമാരും ഒന്നും ഇപ്പോൾ കുറച്ച് ചേച്ചിമാർ ലീവാണെന്നാണ് തോന്നുന്നത്. എന്നാലും ഉണ്ട്, ചേച്ചിമാരൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്നർ ഗാർമെൻറ്റ്സാണ് ചെയ്യുന്നുള്ളത്. ഇത് ഈ ഇന്നർ ഗാർമെൻറ്റ്സ് റെഡിമെയ്ഡായിട്ട് ഷോപ്പിലൊക്കെ ഹോൾസെയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നർ ഗാർമെൻറ്റ്സാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണുന്നുള്ളത്. അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഹോൾസെയിൽ കൊടുക്കും. ഷോപ്പിലൊക്കെ ഇവിടുന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഷോപ്പിലൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല പ്രൊഡക്ഷനൊക്കെ ഉണ്ട്, എല്ലാ സമയത്തും ഉണ്ട് പ്രൊഡക്ഷൻ. അതുകൂടാതെ യൂണിഫോമും ചെയ്യുന്നുണ്ട്. ഈ യൂണിഫോമിൻ്റെ കുറേ വർക്കൊക്കെ എനിക്കും കിട്ടാറുണ്ട്. ഇതിൻ്റെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ യൂണിഫോമിൻ്റെ ഈ ബട്ടൺസൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്നാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഇടക്കിടക്ക് വരാറുണ്ട് ഇവിടെ. ഞാൻ അന്നേ തീരുമാനിച്ചാണ് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഈ ഇന്നർ ഗാർമെൻറ്റ്സ് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്ന് 1-2 കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഹോൾസെയിൽ, ഞാൻ ഷർട്ടൊക്കെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1-2 ഷോപ്പിൽ നിന്ന് ഞാൻ ഈ ഐറ്റംസ് അവിടെ കണ്ടിരുന്നു. കാദംബരി എന്ന് പറഞ്ഞ ഇന്നർ ഗാർമെൻറ്റ്സിൻ്റെ. അപ്പോൾ ഞാനവിടെ ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നു നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. ഞാൻ 1-2 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. കാരണം എനിക്ക് ഇവിടുന്നുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്നാണ് ചെയ്യാറ്, അടിക്കാറൊക്കെ. പിന്നെ അതുകൂടാതെ എനിക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഷർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് ഞാനിവിടെ കൊടുത്ത് ചെയ്യാറുണ്ട്. ചേച്ചിമാർ തന്നെ കട്ടിങ് ഒക്കെ ചെയ്യാറുണ്ട്. ഇത് കട്ടിങ് ഒക്കെ ചെയ്യുന്ന ചേച്ചിയാണത്. പിന്നെ ഇതിൻ്റെ നന്നായി സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. യൂണിഫോമും ചെയ്യുന്നുണ്ട്. യൂണിഫോം കുറേ സ്കൂളിൻ്റെ ഒക്കെ യൂണിഫോം മൊത്തമായിട്ട് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഇന്നർ ഗാർമെൻറ്റ്സ് കൂടെ ചെയ്യാണ് ചേച്ചിമാർ ചെയ്യുന്നത്. ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചാണ് കാദംബരി. ഉള്ളവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഞാനിതിനകത്ത് മൊബൈൽ നമ്പർ കൂടെ ആഡ് ചെയ്യാം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് സെക്രട്ടറി രാധേച്ചയോട് ചോദിക്കാം. 2011 ബേഡടുക്ക പഞ്ചായത്തും ബേഡടുക്ക CDSൻ്റെ ഒരു സംരംഭമാണ്. നമ്മൾ തുടക്കത്തിൽ 25 പേരാണ് ഈ സംരംഭത്തിൽ. 25 പേരാണ് നമ്മൾ ഈ യൂണിറ്റിൽ ആദ്യം ട്രെയിനിങ്ങിന് വന്നത്. 25 പേരിൽ ഇപ്പോൾ നമ്മൾ 20 പേര് ഇന്നിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് ലേഡീസിൻ്റെ. ഇന്നർ വെയർ, ബ്രായും പാൻറ്റീസാണ് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മൾ സ്കൂൾ യൂണിഫോമും അതുപോലെ എല്ലാ. ഇതിപ്പോ ഒരു പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ എങ്ങനെ എത്ര ആൾക്കാർ നമ്മൾ അപേക്ഷ വിളിച്ചു. ആദ്യം പഞ്ചായത്ത് അപേക്ഷ വിളിച്ചു. 150 അപേക്ഷ ഉണ്ടായിരുന്നു. അതിന് ഇന്റർവ്യൂ ചെയ്തിട്ട് 25 പേരെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയുന്നവരുണ്ടായിരുന്നു? എല്ലാവർക്കും അറിയുന്നുണ്ടായിരുന്നു. മാത്രം ഈ മിഷനിൽ ചെയ്യാൻ പറ്റില്ല. 1.5 മാസം നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇടന്നെ അവർ വന്നിട്ട് ATDC ഇടന്നെ വന്നിട്ട് 1.5 മാസം ട്രെയിനിങ് എന്നതാണ്. ആദ്യം ഇപ്പോൾ ഇതിന്റെ ട്രെയിനിങ്ങിനെല്ലാം ദൂരം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കുറേ ആൾ മാറിയിട്ട് പോയതാണ്. 150 അപേക്ഷയിൽ നിന്ന് 25 പേര് ഇട്ടിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തതാണ്. 2017 നമ്മൾ ആദ്യം 3 വർഷം നമ്മൾ സംസ്കാരികത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പഞ്ചായത്തിന്റെ ബിൽഡിംഗ് ആക്കി അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് മാറിയത്. അതെല്ലേ. ഇപ്പൊ ഈ ബിൽഡിംഗ് അല്ല ഇപ്പൊ പഞ്ചായത്തിന്റെ തന്നെ അല്ലേ? പഞ്ചായത്ത് ബിൽഡിംഗ്. അതിന് നമ്മളിപ്പോ വാടക കാര്യം ഒന്നും കൊടുക്കേണ്ട, ഒന്നും കൊടുക്കേണ്ട ആവശ്യം. മിഷനറി എല്ലാം ജില്ലാ മിഷൻ എന്നതാണ്. അതെല്ലേ. നമ്മ ആദ്യം ഒരു 3000 രൂപ ഒരു വ്യക്തി എടുത്തതിൽ ബാക്കിയെല്ലാം ലോണും ഫുള്ള് അതെല്ലേ, സബ്സിഡിയാണ് ജില്ലാ മിഷന്റെ. അതെല്ലേ, സബ്സിഡിയാണല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് അതുകൂടാതെ യൂണിഫോമും ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ട്രൈബലിന്റെ കുറെ
സ്കൂളുണ്ട്, 2-3 സ്കൂള് ടൈലുണ്ട്. കുറേ വർഷമായി, 10 വർഷമായി അതിന് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് തന്നെ ബാക്കി സ്കൂളിൻ്റെതെല്ലാം ചെയ്യുന്നുണ്ട്. SPCയുടേതും അതുപോലെ ഐത്തർമസേന, DDGK. ഇപ്പൊ നിങ്ങൾ ഈ അണ്ടർ ഗാർമെന്റ്സ് എല്ലാം ഈ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയത്? ഇപ്പൊ മാർക്കറ്റ് ചെയ്യുന്ന നമ്മളെ ഒരാൾ പോയിട്ട് മാർക്കറ്റ് ചെയ്യുന്നതാണ്, സെയിൽസ് ചെയ്യുന്നുണ്ടല്ലേ? അതിപ്പോ ഇങ്ങനെ കൂടുതൽ അങ്ങനെ ഓർഡർ എല്ലാം വന്നു കഴിഞ്ഞാൽ കൊടുക്കാനെല്ലാം പറ്റുമായിരിക്കും അല്ലേ? നോക്കിയിട്ട് ഏകദേശം. ഓക്കെ, ശരി. എന്നാല് രാധേച്ചി നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നല്ലോ. ഇനി നമ്മൾ ഇതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഷോപ്പൊക്കെ നമ്മൾ ഈ പുറത്തൊക്കെ ഇതുപോലത്തെ സ്റ്റിച്ചിങ് യൂണിറ്റൊക്കെ നമ്മൾ പുറത്ത് തിരുപ്പൂർ അതേപോലെ അല്ലെങ്കിൽ എറണാകുളം അങ്ങനെയുള്ള ടൗണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കഴിയുന്നതും. ഇതിപ്പോൾ പഞ്ചായത്തിൻ്റെയും ജില്ലാ മിഷനെല്ലാം ഒരുപാട് നന്ദി നമ്മളൊക്കെ പറഞ്ഞേ പറ്റൂ. അതുകൂടാതെ നമ്മളെപ്പോലെയുള്ളവർ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഈ ഷോപ്പുള്ളവർക്ക് അവർക്കെല്ലാം ഹോൾസെയിലൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യണം, മാക്സിമം ട്രൈ ചെയ്യണം. ഓക്കെ തന്നെ.